അപ്പോൾ ഇന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ അപ്പമാണ് ഇവിടെ കാപ്പിക്ക്. അപ്പത്തിന് പെട്ടെന്നൊരു കറി അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അല്ലുകുട്ടായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ട വെച്ചിട്ടൊരു ഷക്ഷുട. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ വഴറ്റാൻ വേണ്ടി വെളിച്ചെണ്ണ വേണം. സവാള കുനുകുനാ നെറ്റി വെച്ച സവാള, തക്കാളി, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. പിന്നെ പൊടി ഐറ്റംസിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്കിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, അല്ലുകുട്ടൻ്റെ വിശേഷം കേൾക്കട്ടെ. അല്ലുകുട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അല്ലുകുട്ടനെ കണ്ടില്ല, എന്താ വരാത്തേന്നൊക്കെ ചോദിച്ചാൽ ആരാ? ഏത് ചേട്ടൻ? രക്ഷക ചേട്ടൻ മാത്രമാണോ? പിന്നെ ആരൊക്കെ വിളിച്ചു അന്വേഷിച്ചു? ഈനാശി ചേട്ടൻ, പിന്നെ അലൻ ചേട്ടൻ, അവരൊക്കെ അല്ലുകുട്ടൻ്റെ ഫ്രണ്ട്സ് ആണ്, ചേട്ടന്മാരാണ്. ഇതെന്തുവാ ഈ സംഭവം? എന്താ അല്ലുകുട്ടനെ ലീഡർ ആക്കിയോ? സംസാരം കൂടുതലായതുകൊണ്ടാണോ? സംസാരം കൂടുതലായിട്ട് ലീഡർ ആക്കി അല്ലേ? അപ്പൊ നമുക്ക് ഉള്ളി ഇടാം. അതായത് സവാള. ഓക്കെ, സവാള വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് അരിയാതെ. ഉപ്പ് അമ്മ ഇട്ട് പോയി. അടുത്ത മൂന്ന് തരാവേ. പിന്നെ അപ്പോൾ അതല്ല കുറച്ചൊന്ന് പാടാം. അപ്പോൾ ഈ ഷക്ഷുര എന്ന് പറയുമ്പോൾ ഈ നോർത്ത് ആഫ്രിക്കയിൽ ഉത്ഭവിച്ച ഒരു ഡിഷാണ് ഈ ഷക്ഷുര. അതായത് അൾജീരിയ, ടുണീഷ്യ എന്ന സ്ഥലങ്ങളിലാണ്. അവിടുത്തെ ഒരു ജൂതന്മാരാണ് ഈ ഡിഷ് അവിടുത്തെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. അതിനുശേഷം അത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇത് ഇസ്രായേൽ കുസീൻ്റെ ഒരു ഭാഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി കേട്ടോ. ഇത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്കൂളിൽ പോകാനുള്ള വെപ്രാളത്തിലാണ്. അല്ലുകുട്ടൻ റെഡി ആയതാ. ഇതിലൂടെയാണ് യൂണിഫോം, ID കാർഡ് എന്നൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലുകുട്ടൻ എപ്പോഴാണ് അവർക്ക് എണീക്കുന്നത്? എത്ര മണിക്കാ? 5 മണിക്ക് ഞാൻ എണീക്കും. അവ എണീക്കുമ്പോൾ 7 മണിക്ക് അല്ലേ? തന്നെ അല്ലുകുട്ടൻ ബുക്കൊക്കെ അടുക്കി വയ്ക്കും. പക്ഷെ ചേച്ചിയോ മടിച്ചിയാണോ? ഭയങ്കര മടിച്ചിയാണ്. കുറച്ചൊന്ന് ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ, ഇഞ്ചി നമ്മൾ ഇടുന്നില്ല. അതിന് പച്ചമുളകും കൂടെ ഇട്ടേക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് റൗണ്ടിനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഇടാം. ഒന്നും കൂടെ പെട്ടെന്നൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് തക്കാളി. ഓക്കെ, ഇത് ഏകദേശം വെന്തിങ്ങനെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പോരാ, നന്നായിട്ട് ഇങ്ങനെ തക്കാളിയൊക്കെ ഇങ്ങനെ ഇട്ട് വരണം. അതിൻ്റെ കൂട്ടത്തിൽ അപ്പം ഉണ്ടാക്കുവാണേ. അപ്പം ഉണ്ടാക്കാൻ പോവാണ്. നോക്ക്, ചെറിയ അപ്പം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. കുഞ്ഞപ്പം. എനിക്ക് ഇച്ചിരി സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വെട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. എല്ലാം കൂടി ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടുവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. ഓക്കെ, അപ്പം കഴിഞ്ഞ് പോകുന്നുണ്ട്. കുഞ്ഞ് അപ്പറൊക്കെ ഉണ്ട്. ഇതെല്ലാം അല്ലുകുട്ടൻ്റെ അപ്പമാണ് കേട്ടോ. ഇവിടെ അടുത്തിങ്ങനെ മുരിഞ്ഞ് വന്നാലേ കഴിക്കത്തുള്ളൂ. ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 കുഴി എടുക്കാം. 2 മുട്ടയുടെ ആവശ്യം ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് 2 കുഴി. നടുക്കൊരു ഇതൊക്കെ കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പുറത്തും
ഒന്നും വരാതിരിക്കും. അപ്പോൾ നമുക്ക് ഇടാം മുട്ട. ഇത് നാടൻ മുട്ടയാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കണം. ഓക്കെ, ഹെൽപ്പ് വേണോ? കണ്ടോ കണ്ടോ, ഇതെന്താണ് കണ്ടോ? കുറച്ചിങ്ങനെ ഫ്രണ്ട് ചെയ്യും. അങ്ങനെയല്ല, ഇവിടെ അയ്യോ മുട്ടയൊക്കെ ഒട്ടിച്ചു. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊണ്ട് ഇടാം കേട്ടോ. ഇനി മൊത്തം ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറച്ച് മുട്ടയ്ക്ക് ഗാർണിഷിങ് പോലെ എരിയും കേട്ടോ. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ശക്ഷുക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, നമ്മുടെ ദച്ചുകൂട്ടം റെഡി ആയിട്ടുണ്ട്. ദച്ചുവിനെ കുളിപ്പിക്കുന്നില്ല ഞാൻ, ബാക്കിയൊക്കെ അച്ചാമ്മയുടെ പണിയാണ്. മുടി ഞാൻ കെട്ടിക്കൊടുക്കണം അല്ലേ? ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇതെന്താന്ന് കണ്ടോ? എന്താന്ന് കണ്ടോ? ഇതാണ് ശക്ഷുക കറി. എരിവൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഇത് അത്യാവശ്യം എരിയൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പൊ അവര് ഇതുണ്ടല്ലോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ് ഞങ്ങള്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ദച്ചു കൂടെ വേണ്ട കസേര നോക്കാണ് കേട്ടോ നിൽക്കുന്നത്. ദച്ചുവായാലും അല്ലുവായാലും കസേര ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്നാലേ അവർക്കത് ഇടാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.